മിഷേൽ ഷാജി 2017 മാർച്ച് 5-ാം തീയതിയാണ് മിഷേൽ ഷാജിയെ ഈ കൊച്ചി കായലിൽ മരിച്ച നിലയിൽ കാണുന്നത്. പക്ഷെ അതിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും അന്തിമ റിപ്പോർട്ട് ഇതുവരെ ഇന്ന് കൊടുത്തിട്ടില്ല. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ മിഷേലിൻ്റെ പിതാവ് ഹർജി നൽകിയിരുന്നു. ആ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്ന് വന്നിട്ടുള്ളത്. CBI അന്വേഷണം വേണ്ട എന്നാണ് ഹൈക്കോടതിയുടെ തീർപ്പ്. ഹൈക്കോടതി ഇന്ന് ആദ്യത്തെ കേസായി പരിഗണിച്ചത് മിഷേൽ ഷാജിയുടെ ഈ ദുരൂഹ മരണ കേസിലെ CBI അന്വേഷണം ആവശ്യമാണ്. അത് ഷാജി വർഗീസ് എന്ന് പറയുന്ന മിഷേലിന്റെ പിതാവാണ് ആ ഹർജി സമർപ്പിച്ചത്. അതിൽ ദീർഘമായ വാദം കേട്ട ശേഷമാണ് CBI അന്വേഷണം വേണ്ട എന്ന് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ക്രൈംബ്രാഞ്ച് അന്തിമ റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ഹൈക്കോടതി CBI അന്വേഷണം തള്ളിക്കൊണ്ട് ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എത്രയും വേഗം ഈ കേസിലെ അന്വേഷണ റിപ്പോർട്ട് നിങ്ങൾ സമർപ്പിക്കണമെന്നാണ്. ജോണേട്ടൻ പറഞ്ഞതുപോലെ 2017 മാർച്ച് 5-ാം തീയതിയാണ് CA വിദ്യാർത്ഥിനിയായിട്ടുള്ള BCom വിത്ത് CA ആണെന്ന് തോന്നുന്നു. അപ്പോൾ CA വിദ്യാർത്ഥിനിയായിട്ടുള്ള മിഷേൽ പിറവം സ്വദേശിനിയാണ്. ഈ പെൺകുട്ടിയെ കാണാതാകുന്നത് 18 വയസ്സാണുള്ളത്. 18 വയസ്സായിട്ടേ ഉള്ളായിരുന്നു കുട്ടിക്ക്. അപ്പോൾ അവര് സെന്റ് തെരേസസ് കോൺവെന്റിൽ താമസിക്കുകയായിരുന്നു, ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു. ആ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടി വൈകിട്ട് 6:30 ഇറങ്ങിപ്പോയ കുട്ടി കല്ലൂര് പള്ളിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അല്ല, അവിടെ സെന്റ് ആന്റണീസ് പള്ളിയിലെത്തി മടങ്ങുന്നുണ്ട്. സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പോയിട്ട് അവിടെ നിന്നും പിന്നെ 6:15 തിരിച്ചിറങ്ങുന്നത്. 6:30 പോകുന്നത്, അതിന് മുമ്പ് പോയി 6:15 കുട്ടി ഇവിടുന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇതിനുശേഷം കേസിലെ FIR പറഞ്ഞിരിക്കുന്നത് രാത്രി 8-ന് എറണാകുളത്തിനും വൈപ്പിനും ഇടയിലുള്ള 2ാമത്തെ ഗോശ്രീ പാലത്തിൽ നിന്ന് ഈ കുട്ടി ചാടിയതാണ്. ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6-ാം തീയതി ഈ കുട്ടിയുടെ ബോഡി ഗോശ്രീ പാലത്തിനടിയിൽ കൊച്ചി കായലിൽ കണ്ടെത്തുന്നു. ഈ കണ്ടെത്തിയ ശേഷം 5-ാം തീയതി രാത്രി തന്നെ ഈ കുട്ടി മിസ്സിംഗ് ആണെന്ന് ഈ ഷാജി വർഗീസും കുടുംബാംഗങ്ങളും പറഞ്ഞിട്ട് അവർ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ, കസബ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ ഇവർ പരാതി നൽകി. അപ്പൊ ഈ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവർ തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം. ഈ പള്ളിയിലേക്ക് കുട്ടി പോയി എന്ന് പറയുമ്പോൾ ഇവർ തന്നെയാണ് ഈ സെയിന്റ് ആന്റണീസ് ദേവാലയത്തിലെ CCTV ദൃശ്യം ശേഖരിച്ചത്. അത് വീട്ടുകാരാണ് പോലീസല്ല. രാത്രി 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഇവര് രാത്രി 12 മണിക്ക് ആണ് ഈ CCTV ശേഖരിക്കുന്നത്. 10 മണിക്ക് തന്നെ ഇവർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ പ്രത്യേകത, ആ പരാതിയിൽ ഇവർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഡേറ്റ് വെട്ടിയാണ് എഴുതിയിരിക്കുന്നത്. അതിനാണ് വെട്ടി എഴുതിയിരിക്കുന്നത്. അവർ പറയുന്ന അതിന്റെ ഉത്തരമായി ഇവർ പറയുന്നത്, അതായത് ഷാജി വർഗീസ് പറയുന്നത്, മാർച്ച് 6-ാം തീയതിയിലേക്കുള്ള ഡേറ്റിൽ പരാതി തന്നാലും സ്വീകരിക്കും എന്ന് പറയുന്നത് പോലീസ്. ആദ്യം ഈ പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇതിലൊരു നടന്റെ മകന്റെ പേരാണ് പറയുന്നത്. ഒരു നടന്റെ മകന്റെ പേര് ഇതിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അതിൽ അന്വേഷണ റിപ്പോർട്ടിലോ പോലീസ് അതുവരെ സമ്മതിക്കാത്തത് കൊണ്ട് ഇത് നടനാണെന്നോ നടന്റെ മകനാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ നിയമവശം അങ്ങനെയാണല്ലോ. അപ്പോ ഒരു നടന്റെ മകന്റെ പേരാണ് ഇതിൽ പല ഘട്ടങ്ങളിലും ഉയർന്നു കേട്ടിട്ടുള്ളത്. ഈ കുട്ടി വളരെ സുന്ദരിയായിരുന്നു. വളരെ സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പൊ ഈ കുട്ടിയെ അഭിനയിപ്പിക്കാം എന്ന പേര് പറഞ്ഞ് ഈ കുട്ടിയെ ഇവർ സമീപിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അന്ന് കേട്ട കഥകൾ. ഈ കുട്ടിയുടെ ബോഡി കിട്ടുമ്പോൾ കൈത്തണ്ടയിൽ കരിനീലിച്ച പാടുകൾ ഉണ്ടായിരുന്നു. ചുണ്ട് മുറിഞ്ഞിരുന്നു. ചെവിയിൽ വലിച്ചു പറിച്ച രീതിയിൽ ഉള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൈത്തണ്ടയിൽ ഉണ്ടായിരിക്കുന്ന മുറിവ് ഇത് കൈ പിടിച്ച് തിരിച്ചപ്പോൾ മുറിവല്ല, ഈ ചതവ് കൈ പിടിച്ച് തിരിച്ചപ്പോൾ ഉണ്ടായതാകാമെന്നാണ് ഫോറൻസിക് സർജനായിട്ടുള്ള B. ഉമാദത്തൻ മുൻപ് പറഞ്ഞത് എന്നാണ് മുൻപ് പുറത്തു വന്നിട്ടുള്ള വിവരം. അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിനോട് ഇന്നിപ്പോ അതിന്റെ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല. ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ അടക്കം തർക്കമായിരുന്നു. ഇതാദ്യം നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നെ അവിടെ നിന്നും കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഈ പോസ്റ്റ്മോർട്ടത്തിൽ പോലും ഈ കുട്ടിയുടെ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടി ആത്മഹത്യ ചെയ്തതാണെന്നുള്ള വിവരങ്ങൾ നിഗമനത്തിൽ ലോക്കൽ പോലീസ് എത്തുകയും ചെയ്തു. അന്ന് പോലീസ് അങ്ങ് എഴുതി തള്ളുകയായിരുന്നു ഈ കേസ്. പിന്നെ പോലീസിന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ വീട്ടുകാർ ഈ പറയുന്ന പോലെ പോലീസിനെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല. അതുകൊണ്ട് പോലീസ് ഒരു ഉദാരമായിട്ടുള്ള ഒരു ഒരു അഴികുഴമ്പൻ നയം ഇക്കാര്യത്തിൽ സ്വീകരിച്ചു എന്നാണ് മനസ്സിലായത്.
കേസിന്റെ അന്വേഷണത്തിൽ ഒട്ടുക്കും പോലീസും ഈ വീട്ടുകാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കാണാൻ പറ്റുമായിരുന്നു. പോലീസ് പറയുന്ന കഥകൾ വീട്ടുകാർ വിശ്വാസത്തിലെടുക്കാൻ, ഷാജി വർഗീസ് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായില്ല. കാരണം ഈ കുട്ടിയുടെ ദേഹത്തുണ്ടായിട്ടുള്ള മുറിവുകളിലൊക്കെ അവർക്ക് അതിൽ റിപ്പോർട്ട് നൽകാൻ, അത് എന്തുകൊണ്ട് മുറിവ് പറ്റി എന്നുള്ള, എന്തുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള മുറിവുകൾ പറ്റി എന്നുള്ള വിവരം നൽകാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ കൈത്തണ്ടയിൽ ഉണ്ടായിരിക്കുന്ന മുറിവ് ചതവ് മരണത്തിന് മുൻപാണെന്നാണ് ഉമാദത്തൻ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്, ഉമാദത്തൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെ മരണത്തിന് ശേഷം ഈ പാലത്തിനടിയിലേക്ക് എടുത്തിട്ടതാണെന്ന് ഒരു സംശയമുണ്ട്. പിന്നെ ഈ പാലത്തിനടിയിൽ ആ സമയത്ത് വെള്ളം തീരെ കുറവായിരുന്നു. അങ്ങനെ വീണാലും വെള്ളം കുറവാണെങ്കിലും മരണം സംഭവിച്ചുകൂടുക എന്നില്ല. വെള്ളം കുറവാണെങ്കിൽ മരണം സംഭവിക്കാനുള്ള സാധ്യത, ഒന്നാമത്തെ കാര്യം അതിന്റെ അടിയിൽ കൂർത്ത കല്ലുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെന്ന് ഇടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോധം നഷ്ടപ്പെടാനും പിന്നീട് ഇത് ഒഴുകി മറ്റൊരു സ്ഥലത്തേക്ക് പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. മരണം സംഭവിക്കാന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ ചാടിയുള്ള മരണം പൂർണ്ണമായി മുങ്ങി മരണമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലരെടുത്ത് ചാടുന്ന, തലയെ കുത്തി എടുത്ത് ചാടുന്ന വല്ല പാറയിലോട്ടുമായിരിക്കും ചെന്ന് ഇടിച്ച് മരണം സംഭവിക്കും. ആ തലയിലുള്ള ക്ഷതമായിരിക്കും മുങ്ങി മരണത്തെക്കാൾ മുമ്പേ സംഭവിക്കുന്ന സാധനം. വെള്ളത്തിൽ വീണുള്ള മരണം അങ്ങനെ എല്ലാമൊന്നും ഇങ്ങനൊന്നും പറയാൻ പറ്റില്ല. ചെന്ന് ഇടിച്ച് പടാൻ തല പൊട്ടിപ്പോകും. വലിയ ആഴത്തിലൊക്കെ ഉള്ള ചിലപ്പോൾ വലിയ പാറകളിലേക്കൊക്കെ ആയിരിക്കും ചാടി കൊടുക്കുന്നത്. നമ്മൾ പാലത്തിന്റെ മേളിൽ നിന്ന് കാണുമ്പോൾ ഇതിന്റെ അടിയിൽ പാറ ഉണ്ടതൊന്നും മനസ്സിലാവത്തില്ല. എടുത്ത് ചാടി കൊടുക്കും. എടുത്ത് ചാടുമ്പോൾ ചെന്ന് ചാടുന്നത് തലയിൽ ചെന്ന് ഇടിക്കുന്നത് പാറയിലായി. അപ്പൊ തന്നെ മരണം സംഭവിക്കുകയും ചെയ്യും. സഡൻ ആയിട്ട് മരണം സംഭവിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൂടി ഇക്കാര്യത്തിലുണ്ട്. അപ്പോൾ പക്ഷേ ഈ കുട്ടിയെ ട്രാപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടന്നിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ പോലീസ് അത് ക്രൈംബ്രാഞ്ച് ഒന്നും അങ്ങനെ സമ്മതിക്കുന്നില്ല. ഈ ട്രാപ്പിലാക്കാനുള്ള ഒരു വലിയ ശ്രമം ഈ കുട്ടിയെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുട്ടിയുടെ ഫോണിലേക്ക് അസ്വാഭാവിക നമ്പറുകളിൽ നിന്നൊക്കെ കോളുകൾ വരികയും ഈ കുട്ടി അവരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുക, അതൊക്കെ നമ്പർ മാറി വന്നേന്നൊക്കെ കോളുകൾ അവന്മാരൊക്കെ മറുപടി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്പർ മാറി കോൾ വന്നേന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അവരൊക്കെ ഊരിപ്പോയി, അവന്മാരെല്ലാം ഊരിപ്പോയി. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഫോണിലേക്ക് കോളുകളൊക്കെ വരിക. എന്തിനാണ് ഈ നമ്പർ മാറി വരുന്നത്? നമ്പർ മാറിയൊക്കെ എന്തിനാണ് കോളുകൾ വരുന്നത്? ഈ കുട്ടിയുടെ ഈ കേസ് അന്വേഷണം ലോക്കൽ പോലീസ് എഴുതി അങ്ങനെ അങ്ങ് വെച്ചു കൊടുത്തു. നമുക്ക് ഏത് കേസാണെങ്കിലും അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ആദ്യ ഘട്ടത്തിൽ സുവർണ മണിക്കൂറുകൾ എന്ന് പറയുന്നതിനെ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കേസിനെ തെളിയിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. സുവർണ മണിക്കൂറുകൾ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇത് ഈ പോലീസിന് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ, ഇവർ വളരെ നിസ്സംഗമായി ഇതിനകത്ത് ഇടപെട്ടു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് വീട്ടുകാർക്ക് CCTV ശേഖരിക്കേണ്ടി വന്നത്. ഈ കുട്ടിയുടെ ലാസ്റ്റ് CCTV ഇട്ടിരിക്കുന്നത് വീട്ടുകാർക്കാണ്. അവർ പോയിട്ടാണ് കല്ലൂരി പള്ളിയിൽ നിന്ന് CCTV ശേഖരിക്കേണ്ടി വന്നത്. അത് വളരെ ഗതികെട്ട ഒരു അവസ്ഥയാണ്. ഇതിൽ ഈ അനൂപ് ജേക്കബ് MLA നല്ല രീതിയിൽ ഇടപെട്ട ഒരു വിഷയമാണ്. അതായത് ഇത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വരെ കൊണ്ട് എത്തിച്ച വിഷയമാണ്. CM-ന്റെ മുന്നിൽ കൊണ്ട് എത്തിച്ചു. പിന്നെ ഈ നവകേരള യാത്രയിൽ മിഷേൽ ഷാജിയുടെ ഒരു പരാതി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പക്ഷെ അതിലൊന്നും ആദ്യഘട്ടത്തിൽ നശിപ്പിച്ച് കളഞ്ഞൊരു കേസിനെ പിന്നെ തെളിയിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഇപ്പൊ ഈ കുട്ടിയുടെ ഇദ്ദേഹത്തുണ്ടായിരിക്കുന്ന മുറിവുകളൊന്നും വെള്ളത്തിൽ വീണ് അതിൽ ഞാൻ പോയി പറഞ്ഞ രണ്ടാമത്തെ സൈഡ് ഉണ്ടല്ലോ, അതായത് ചെന്ന് ഇടിച്ചൊക്കെ ഉണ്ടാകുന്ന അതൊന്നും അല്ലെന്നാണ്. അതിൽ രക്തസ്രാവം വെച്ചിട്ടാണ് ഫോറൻസിക് സർജന്റെ ഒരു മൊഴി. രക്തസ്രാവം വെച്ചിട്ടുള്ള മൊഴിയാണ് പറഞ്ഞിരിക്കുന്നത്. രക്തസ്രാവം സംഭവിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഈ ഏൽക്കുന്നത്, മരിച്ചതിന് ശേഷവും മരണത്തിന് മുമ്പൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അത് ഫോറൻസിക് സർജന് മനസ്സിലാവുന്ന സാധനമാണല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തായാലും ഒരു കുഞ്ഞ് മരിച്ചിട്ട് ആ കുഞ്ഞിനെ പിറ്റേന്ന് ബോഡി കിട്ടുന്നത് വരെയും ആ കുഞ്ഞിന്റെ കാര്യത്തിൽ കാര്യമായ ഒരു ഇടപെടലില്ലാതെ പോലീസ് നിന്നതിനെ നമുക്ക് ന്യായീകരിക്കാനല്ല, സംശയത്തോടെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു നടന്റെ മകന്റെ പേരിലാണ് വരുന്നത്. ഒരു നടന്റെ മകന്റെ പേരിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടപെടലുകൾ വരുമല്ലോ. ഇടപെടലുകൾ വരാൻ ഒരു നടന്റെ മകന്റെ പേര് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. മാത്രമല്ല ഈ നടന്റെ മകന്റെ ഫോണിൽ നിന്ന് ഈ കുട്ടിക്ക് കോള് വന്നിട്ടുണ്ട്. ഈ കുട്ടിക്ക് അതൊക്കെ നടന്റെ മകന്റെ പേരൊക്കെ വന്നത് ഈ കുട്ടിയുടെ ഫോൺ കോൾ ലിസ്റ്റിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇനി കുട്ടിക്ക് അഫയർ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. അഫയർ ഉണ്ടായിരുന്നു, ലോക്കൽ പോലീസ് പറയുന്ന ഒരു അഫയർ ഉണ്ടായിരുന്നു. അതിലുണ്ടായ മാനസിക സമ്മർദ്ദം മൂലം ഈ കുട്ടി പോയി ആത്മഹത്യ ചെയ്തു. ചേട്ടാ, ഇവിടെ പ്രേമമില്ലാത്ത ആരുണ്ട് ഈ നാട്ടിൽ? ഈ പ്രായത്തിലുള്ള കുട്ടികൾ, പ്രേമമില്ലാത്ത നല്ലൊരു വിഭാഗം കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അഫയറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് ആ ഒരു സമ്മർദ്ദം മാത്രമാണ് ഈ മരണ കാരണം എന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് ഒരു ഫോറൻസിക് സർജൻ തന്നെ ഇതിൽ സംശയം ഉന്നയിക്കുമ്പോൾ പോലീസിന് ഇങ്ങനെയുള്ള കേസുകളിൽ ഇങ്ങനെ എന്താ പറയാ, വലിയ വലിയ ആളുകൾ ഉൾപ്പെടുന്ന കേസുകളിലെയൊക്കെ പെട്ടെന്ന് ഒതുക്കി തീർക്കുക ചില പോലീസുകാർ ചെയ്യുന്ന പരിപാടിയാണ്. ഏതെങ്കിലും വലിയ അപ്പൊ എന്താ അവരുടെ പ്രീതി കിട്ടും, അവരുടെ പ്രീതിയായി. ഏതാ നിങ്ങളുടെ മകന്റെ പേര് പറയുന്നു പറഞ്ഞ് നടനെ വിളിച്ച് പറഞ്ഞാൽ പോരെ?
പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എത്ര രൂപ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കുമല്ലോ. കാശുള്ളവനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലേ എത്ര രൂപ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ അതെ. അപ്പൊ ഈ ഹൈക്കോടതി ഹർജി തള്ളി. ഇനിയിപ്പോ എന്താണ്? ഹൈക്കോടതി പിന്നെ CBI അന്വേഷണത്തിലേക്ക് ഇനി പോകത്തില്ലല്ലോ. ഇവരിനി അല്ലെങ്കിൽ സുപ്രീം കോടതി പോകണം. സുപ്രീം കോടതി പോയിട്ട് ഇനി സിംഗിൾ ബെഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകും, പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോകും. CBIയുടെ കിട്ടിയാലും ഇതിനകത്തൊന്നും തെളിയത്തില്ല. തെളിയത്തില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു കേസ് ഉണ്ടാകുമ്പോൾ തന്നെ ആദ്യ ഘട്ടത്തിൽ തന്നെ അതിന്റെ തെളിവുകൾ നമ്മൾ സ്വരൂപിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതിനെ കാലങ്ങൾക്ക് ശേഷം തെളിയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ സമയം പഴകും തോറും തെളിവുകൾ നശിക്കും. പഴകും തോറും എന്ത് കാര്യമാണെങ്കിലും, ഇനി കൊലപാതകമാകട്ടെ, മോഷണമാകട്ടെ, പിടിച്ചുപറി ആകട്ടെ, റേപ്പാകട്ടെ, എന്തോ ആയിക്കോട്ടെ, പഴകും തോറും കേസിന് തെളിവ് നശിക്കപ്പെട്ടു. ഇപ്പൊ ഒരു റേപ്പ് നടന്നാൽ പോലും അതിന് ഇത്ര കാലമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ സ്പേം പോലും കിട്ടില്ല. അതിന്റെ കാലാവധി കഴിഞ്ഞാൽ അതുപോലും നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ആദ്യ സമയത്ത് ഇപ്പൊ ഒരു കേസ് ഈ കുട്ടിയുടെ കൊലപാതകമാണെന്ന് നാളെ എപ്പോഴെങ്കിലും തെളിയിച്ചു കഴിഞ്ഞാൽ ആ കൊലപാതകത്തിലെ പ്രതിയാകുന്നവർക്കൊപ്പം തന്നെ കൂട്ടുപ്രതികളായിട്ട് ഈ ആദ്യ ഘട്ടത്തിലെ സെൻട്രൽ സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരെ ചേർക്കണം. അവന്മാരാണ് തെളിവ് നശിപ്പിച്ചത്. ഇനി കേസ് തെളിയുകയാണെങ്കിൽ, കുറ്റവാളിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അന്ന് സെൻട്രൽ സ്റ്റേഷനിൽ ഇരുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് അയാളെ പിടിച്ച് ഇതിനകത്ത് കൂട്ടുപ്രതിയാക്കണം. അതാണ് വേണ്ടത്. അങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഈ ഉദാസീനമായിട്ടുള്ള നിലപാട് മാറ്റം ഉണ്ടാവുകയുള്ളൂ. നമ്മളിപ്പോൾ ആൾക്കാർ വരിക സ്ഥിരമായി പോലീസിനെതിരെ നമ്മൾ സംസാരിക്കുകയാണ്. എല്ലാ പോലീസുകാർക്കെതിരെ ഒന്നുമല്ല, പോലീസിലെ ഇത്തരം പുഴുക്കുത്തുകൾക്കെതിരെ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് തുടരും. ശരി.